The number of boys and girls in a class are in the ratio 4:3. If the number of girls is 21, then what is the number of boys? ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും തമ്മിലെ റേഷ്യോ 4:3 ആണല്ലേ. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് 4x നമ്പർ ഓഫ് ഗേൾസ് 3x ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് 21 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് 3x അല്ലേ. സോ 3x എന്താണ് 21 ആണ്. അപ്പോൾ ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 3 = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. സോ എക്സ് എന്ത് വരും 21/3 എന്ന് വരും. 21/3 എത്ര 7 ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് 7 ആണ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ബോയ്സ് ആണ്. നമ്പർ ഓഫ് ബോയ്സ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത് 4x അല്ലേ. അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ എന്താണ് 4 × x എത്ര 7, 4 × 7 ദാറ്റ് ഈസ് 28 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് നമ്പർ ഓഫ് ഗേൾസ് ആണ് അല്ലേ. നമ്പർ ഓഫ് ഗേൾസ് 21 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബോയ്സ് 28 ആണെന്ന് കിട്ടി അല്ലേ. അപ്പോൾ 21 + 28 അത് എത്രയാണ് 49 ആണ് ആൻസർ. ഓക്കെ, in the rhombus ABCD, AC is equal to 8 cm, BD is equal to 6 cm, angle AOD is equal to angle AOD എത്രയാണ്? ആംഗിൾ AOD 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ് റോംബസിൻ്റെ ഡയഗണൽസ് എന്താണ് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് നമുക്ക് ആംഗിൾ AOD എത്രയാണ് 90 ഡിഗ്രി ആണെന്ന് എഴുതാം. റീസൺ എന്താ? ഡയഗണൽസ് ഓഫ് റോംബസ് ആർ പെർപെൻഡിക്കുലേഴ്സ്. പെർപെൻഡിക്കുലർ മാത്രമല്ല ബൈസെക്ടേഴ്സ് കൂടിയാണ് അല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബൈസെക്ട് ചെയ്യും, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പം നമുക്കെന്ത് പറയാം പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാം. പിന്നെ AD എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. AC എത്രയാണ് 8 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ AO എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 4 cm ആയിരിക്കും AO. കാരണം എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണല്ലോ അല്ലേ. അപ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അതുകൊണ്ട് AO എന്ന് പറയുന്നത് AC-യുടെ ഹാഫ് ആയിരിക്കും. അതേപോലെ BD 6 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 6-ൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. OD അല്ലെങ്കിൽ DO എന്ന് പറഞ്ഞാൽ 3 cm ആണ്. അങ്ങനെയാണെങ്കിൽ AD എന്താണ്? ഇത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് AD അല്ലേ. അപ്പോൾ അതായത് ഹൈപ്പോട്ന്യൂസ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ AD സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ, അതായത് OA സ്ക്വയർ പ്ലസ് OD സ്ക്വയർ ആണ്. OA എത്ര 4 അല്ലേ. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് OD 3 ആണ്, 3 സ്ക്വയർ അതായത് 16 + 9 അതായത് 25 ആണ് AD അല്ലേ. അപ്പോൾ AD സ്ക്വയർ. അപ്പോൾ AD എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 25 അതായത് 5 cm ആയിരിക്കും. ഓക്കെ, the length of a rectangle is 2 meter more than 3 times the breadth. If the perimeter is 44 meter, then length plus breadth എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇതാണ് ലെങ്ത്ത് അല്ലേ. ഇതും ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്, ഇത് രണ്ടും സൈഡിലുള്ള അല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുള്ള അളവാണ് അല്ലേ. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയാം അല്ലേ. അപ്പോൾ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ അല്ലേ. ഇതാണ് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷന് അല്ലേ. അതെത്രയാണ് തന്നിട്ടുള്ളത്? 44 മീറ്റർ ആണ്. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണ് 44 ആണ്. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കാണണമെങ്കിൽ ഈ 2-നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2-നെ =ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും. സോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 44/2. അത് 22 ആണ് അല്ലേ. അപ്പോൾ 22 മീറ്റർ ആണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. B, കാൽക്കുലേറ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 22 ആണെന്ന് കണ്ടു അല്ലേ. നമുക്ക് L + B എന്ന് എടുക്കാം. ലെങ്തിന് പകരം L എന്നും ബ്രെഡ്ത്തിന് പകരം B എന്ന് കൊടുക്കുക. അത് 22 ആണെന്ന് കിട്ടി.
പിന്നെ എന്താ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഇസ് 2 മീറ്റർ മോർ ദാൻ 3 ടൈംസ് ദ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് L ഈസ് ഈക്വൽ ടു 2 മീറ്റർ മോർ ദാൻ 3 ടൈംസ് ദ ബ്രെഡ്ത്ത്. 3 ടൈംസ് ദ ബ്രെഡ്ത്ത് എത്രയാണ്? 3B ആണ് അല്ലേ. 3 ബ്രെഡ്ത്തിന്റെ 3 ടൈംസ് എന്ന് വെച്ചാൽ 3B. അതിനേക്കാൾ എത്ര കൂടുതലാണ്? 2 മീറ്റർ അല്ലെ, +2 എന്ന് എഴുതാം. അപ്പൊ L എന്ന് പറയുന്നത് എന്താണ്? 3B + 2 ആണ് അല്ലേ. അപ്പൊ നമുക്ക് Lന് പകരം എന്ത് കൊടുക്കാം? 3B + 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 3B + 2 + B, ഈ B ഈസ് ഈക്വൽ ടു എന്താണ്? 22 അല്ലെ. Lന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 3B + 2 എന്ന് കൊടുത്തു. അപ്പൊ 3B + B എത്രയാണ്? 3Bയും 1Bയും കൂടി കൂട്ടിയാൽ 4B ആണ് അല്ലെ, 4B ആണ്. 4B + ഈ ബാക്കിയുള്ള 2 ഈസ് ഈക്വൽ ടു എന്താണ്? 22. ഇതിൽ നിന്നും ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ 2നെ ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ, അപ്പോൾ +2നെ =2ന്റെ അപ്പുറത്തെ കൊണ്ടുപോകുമ്പോൾ -2 ആകും അല്ലേ. സോ 4B ഈസ് ഈക്വൽ ടു 22 - 2. 22 - 2 എത്ര? 20 ആണ് അല്ലേ. അപ്പോൾ 4B ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 4നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 4നെ =ന്റെ അപ്പുറത്തെ കൊണ്ടുപോകുമ്പോൾ /4 ആകും. സോ B ഈസ് ഈക്വൽ ടു 20/4. 20/4 എത്രയാണ്? 5 ആണ് അല്ലേ. സോ ബിയുടെ വാല്യൂ 5 എന്ന് കിട്ടി അല്ലേ. ബ്രെഡ്ത്ത് 5 ആണെന്ന് കിട്ടി. ഇനി ലെങ്ത് കാണാം. അപ്പോൾ ലെങ്ത് എത്രയാണ്? L അല്ലേ. L എത്ര നമുക്ക് ഇവിടെ കിട്ടി? L ഈസ് ഈക്വൽ ടു 3B + 2 ആണ് നമുക്ക് കിട്ടി അല്ലേ. 3B + 2 ദാറ്റ് ഈസ് ബിയുടെ വാല്യൂ 5 അല്ലേ. അപ്പോൾ 3 × 5 + 2, 3 × 5 എത്ര? 15. 15 + 2 17 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് എന്താണ്? B. അതെത്ര നമുക്ക് കിട്ടിയത്? 5 ആണ് അല്ലേ, 5 മീറ്റർ. ഓക്കെ, the line AB is divided into 7 equal parts. First 4 parts together is AP. What portion of AB is AP? What portion of AB is PB? What multiple of PB is AP? അതായത് AB എന്ന ലൈനിനെ 7 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 പാർട്സ് ആണ് AP അല്ലേ. അപ്പോൾ AP-യിൽ 4 പാർട്സ് ആണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള എത്ര പാർട്സ് ഉണ്ടാവും? ടോട്ടൽ 7 പാർട്സ് അല്ലേ. അതിൽ 4 പാർട്സ് AP. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 7 - 4 3 ആണ് അല്ലേ. അപ്പോൾ ബാക്കി 3 പാർട്സ്, കാരണം ടോട്ടലിൽ 7 പാർട്സ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ബാക്കി 3 പാർട്സ് ആണ് PB. അപ്പോൾ AP ഈസ് PB റേഷ്യോ എന്താണ്? 4:3 ആണ് അല്ലേ. കാരണം എന്താണ്? 4 പാർട്സും 3 പാർട്സും, അപ്പോൾ റേഷ്യോ 4:3 ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് പോർഷൻ ഓഫ് AB ഈസ് AP? AB എന്ന ലൈനിനെ 4:3 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ AP-യുടെ പാർട്ട് എന്ന് പറയുന്നത് 4:3ൽ 4 ആണ് AP-യുടെ അല്ലേ. അപ്പോൾ 4 ടോട്ടൽ 4ഉം 4:3 അല്ലേ. അപ്പോൾ 4 + 3, 4 + 3 എത്ര? 7 ആണ് അല്ലേ. അപ്പോൾ 4/7 ആണ് എന്ത്? AP-യുടെ പാർട്ട്. ഇനി B എന്താണ്? വാട്ട് പോർഷൻ ഓഫ് AB ഈസ് PB? AB-യുടെ എത്ര പാർട്ടാണ് PB? PB-യുടെ പാർട്ട് എത്ര? 4:3ൽ 3 ആണ് അല്ലേ. അപ്പോൾ 3 ടോട്ടൽ എത്രയാണ്? 4 + 3, അതായത് 3/7 ആണ്. ഓക്കെ, വാട്ട് മൾട്ടിപ്പിൾ ഓഫ് PB ഈസ് AP? അപ്പോൾ AP എന്ന് പറയുന്ന PB-യുടെ എത്ര മൾട്ടിപ്പിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ AP/PB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. AP ഈസ് PB 4:3 എന്ന് കണ്ട്. അപ്പോൾ AP/PB എന്താണ്? 4/3 ആണ് അല്ലേ. PB നമുക്ക് =ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ /PB ആണ്. /PB =ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ × PB ആകും അല്ലേ. സോ AP ഈസ് ഈക്വൽ ടു 4/3 × PB. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് PB-യുടെ? 4/3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലേ PB-യെ. AP ഈസ് ഈക്വൽ ടു 4/3 × PB ആണ്. അപ്പോൾ 4/3 മൾട്ടിപ്പിൾ ആണ് എന്ത്? AP എന്ന് പറയുന്നത് PB-യുടെ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? 4/3 ആണ്. ഓക്കെ, ABCD is a square. AB is equal to 4 cm. What is the perimeter of square? What is the ratio between the length of a side and perimeter?
അപ്പോൾ ഈ സ്ക്വയർ ആണല്ലേ, സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സൈഡും ഈ സൈഡും ഒക്കെ എന്താ 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ പെരിമീറ്റർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സൈഡ്സിൻ്റെയും സമ്മ് അല്ലേ. അപ്പോൾ 4+4+4 അല്ലെങ്കിൽ 4 ഇൻറ്റു സൈഡാണ് ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ ലൊക്കേഷൻ അല്ലേ. അപ്പോൾ 4 ഇൻറ്റു സൈഡ് എത്ര 4 അല്ലേ, അപ്പോൾ 4 ഇൻറ്റു 4 അതായത് 16 സെന്റിമീറ്റർ ആണ്. ഇനി ബി, വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ഓഫ് സൈഡ് ആൻഡ് പെരിമീറ്റർ അല്ലേ. അതായത് സൈഡ് ഈസ് ടു പെരിമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം സൈഡ് ബൈ പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ സൈഡ് എത്രയാണ് 4 ആണ്, ബൈ പെരിമീറ്റർ എത്രയാണ് 16 ആണ് അല്ലേ. അപ്പോൾ 4നെ നമുക്ക് 4 ഇൻറ്റു 1 എന്ന് എഴുതാം, 16നെ നമുക്ക് 4 ഇൻറ്റു 4 എന്ന് എഴുതാം. ന്യൂമറേറ്ററിലുള്ള 4ഉം ഡിനോമിനേറ്ററിലുള്ള ഒരു 4 കൂടി ക്യാൻസൽ ചെയ്യാം, ബാക്കിയുള്ള എന്താ 1/4 ആണ് അല്ലേ. അപ്പോൾ സൈഡ് ബൈ പെരിമീറ്റർ 1/4 ആണ്. അപ്പോൾ സൈഡ് ഈസ് ടു പെരിമീറ്റർ എന്താണ് 1:4 ആയിരിക്കും. ഓക്കെ, the sides of a rectangle are in the ratio 2:3. if breadth is 2a, what is length? ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് നമ്മൾ 2a എന്ന് എടുക്കുകയാണെങ്കിൽ ലെങ്ത്ത് എന്തായിരിക്കും, ലെങ്ത്ത് നമുക്ക് 3a എന്ന് എടുക്കാം അല്ലേ. കാരണം 2aയും 3aയും അല്ലെങ്കിൽ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. അപ്പോൾ ഒന്ന് 2a ആണെങ്കിൽ മറ്റേ എന്താണ് 3a ആയിരിക്കും. if the perimeter of rectangle is 40 centimeter, find its length and breadth. ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെങ്ത്ത് എന്താണ് 3aയും ബ്രെഡ്ത്ത് 2aയും ആണ് അല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ ലൊക്കേഷൻ എന്താണ് 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലേ. അത് എത്രയാണ് തന്നിട്ടുള്ളത് 40 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് 2 ഇൻറ്റു ലെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3a ആണ്, പ്ലസ് ബ്രെഡ്ത്ത് 2aയും ആണ്, ഈസ് ഈക്വൽ ടു എന്താണ് 40 സെന്റിമീറ്റർ. ഈസ് 2 ഇൻറ്റു 3a പ്ലസ് 2a എത്രയാണ് 5a ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 5a ഈസ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ. 2 ഇൻറ്റു 5 10 അല്ലേ, അപ്പോൾ 10a ഈസ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ. അപ്പോൾ എ എന്തായിരിക്കും, എ കാണാൻ വേണ്ടിയിട്ട് ഈ 10നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കും അല്ലേ. അപ്പോൾ ഇൻറ്റു 10നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 10 ആകും. സോ എ ഈസ് ഈക്വൽ ടു 40/10. അത് എത്രയാണ് 4 ആണ് അല്ലേ. അപ്പോൾ എയുടെ വാല്യൂ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടൂടെ. ലെങ്ത്ത് എന്താണ്, ലെങ്ത്ത് 3a ആണ്, ബ്രെഡ്ത്ത് 2aയും അല്ലേ. ദാറ്റ് ഈസ് 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ ആണ്. 2a എന്ന് വെച്ചാൽ 2 ഇൻറ്റു a എത്ര 4 അല്ലേ, 2 ഇൻറ്റു 4 അതായത് 8 സെന്റിമീറ്റർ ആയിരിക്കും. If x is equal to -7, y is equal to 3, find x plus y, xy and x square plus y square plus 2xy. അപ്പോൾ എക്സ് എത്രയാണ് -7ഉം y 3ഉം ആണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് x പ്ലസ് y കാണാം. എക്സ് -7 അല്ലേ, അപ്പോൾ -7 പ്ലസ് y എത്ര 3. -7 പ്ലസ് 3 എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് -x പ്ലസ് y എന്ന് പറഞ്ഞാൽ എന്താ y - x ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താ 3 - 7 ആണിത്. 3 - 7 എത്രയാണ് നമുക്കറിയാം, 7 - 3 4 ആണ്. അപ്പോൾ 3 - 7 എന്താ -4 ആയിരിക്കും. ഓക്കെ, ഇനി xy കണ്ടുപിടിക്കാം. xy എന്ന് വെച്ചാൽ x -7 അല്ലേ, അപ്പോൾ -7 ഇൻറ്റു y എത്രയാണ് 3. എത്രയാണ് 7 ഇൻറ്റു 3 21 ആണ്. പിന്നെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ആ -21 ആണ്. ഇനി എന്താണ് x² പ്ലസ് y² പ്ലസ് 2xy ആണ്. അപ്പോൾ x എത്രയാണ് -7 അല്ലേ, അപ്പോൾ -7² പ്ലസ് y 3 ആണ്, 3² പ്ലസ് പിന്നെന്താ 2 ഇൻറ്റു x എത്രയാണ് -7 ഇൻറ്റു y 3 ദാറ്റ് ഈസ് -7² എത്രയാണ് -7 ഇൻറ്റു -7 7 ഇൻറ്റു 7 49 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് ക്യാൻസൽ ആയി പ്ലസ് ആവും അല്ലേ. പ്ലസ് 3² 9 ആണ്. പ്ലസ് എന്താണ് 7 ഇൻറ്റു 3 21 ആണ്. 21 ഇൻറ്റു 2 42 ആണ് അല്ലേ. അപ്പോൾ 42 പിന്നെ ഒരു മൈനസ് കൂടി ഉണ്ട്, അപ്പോൾ -42 ആണ് അല്ലേ. ദാറ്റ് ഈസ് 49 പ്ലസ് 9 എത്രയാണ് 58 ആണ് അല്ലേ. സോ 58 പിന്നെ പ്ലസ് മൈനസ് ആണ്, പ്ലസ് ഓഫ് മൈനസ് മൈനസ് ആണ്, അപ്പോൾ -42. 58 - 42 എത്രയാണ്
16 ആണ്. ഓക്കെ. In a triangle ABC, AB is to BC is 3:4, BC is to AC is 5:4. If AB is 30 centimeter, what is length of BC? അപ്പോൾ ആദ്യം നമുക്ക് ഒരു റേഷ്യോ അറിയാം. AB is to BC എന്താണ്? 3:4 ആണ് അല്ലേ? അതായത് AB by BC എന്ന് പറയുന്നത് എന്താണ്? 3/4 ആണ് അല്ലെ? കാരണം എന്താണ്? റേഷ്യോ AB is to BC എന്ന് പറഞ്ഞാൽ 3:4 ആണ്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ റേഷ്യോക്ക് പകരം ഈസ്റ്റുവിന് പകരം ബൈ എന്ന ഫോമിൽ എഴുതുമ്പോൾ AB by BC = 3/4 എന്ന് എഴുതാം. അപ്പോൾ AB 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ABക്ക് പകരം കൊടുക്കാം 30 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 30/BC = 3/4. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? BC ആണ്. BC കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ BC ഡിനോമിനേറ്ററിലാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ന്യൂമറേറ്ററിലാക്കാൻ വേണ്ടിയിട്ട് റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിലും ഡിനോമിനേറ്ററിലെ ന്യൂമറേറ്ററിലും വരും അല്ലേ? അപ്പം ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലെ ഫ്രാക്ഷൻ്റെയും റെസിപ്രോക്കൽ എടുക്കും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ 30/BCയുടെ റെസിപ്രോക്കൽ എന്ത് വരും? BC/30 = 3/4ൻ്റെ റെസിപ്രോക്കൽ 4/3 എന്ന് വരും അല്ലേ? ഇനി നമുക്ക് BCയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 30 ഇവിടെ ബൈ ചെയ്തേക്കുവാണ് അല്ലേ? അപ്പോൾ ബൈ 30യെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 30 ആകും. സോ BC = 4/3 × 30. ഓക്കെ. ദാറ്റ് ഈസ് 30/3 10 ആണ് അല്ലേ? അപ്പോൾ 10 × 4 40. അപ്പോൾ 40 സെൻറ്റിമീറ്റർ ആണ് എന്ത്? BC എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ B നോക്കാം. If BC is 20 centimeter, what is the length of AB and AC? BC 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ABയും ACയും എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു ആദ്യത്തെ റേഷ്യോ നമ്മൾ കണ്ടു എന്താ? AB is to BC എന്താണ്? 3:4 ആണ് അല്ലേ? അപ്പോൾ AB/BCയെ 3/4 എന്ന് എഴുതാം അല്ലേ? ഇതിൽ BCയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ BCക്ക് പകരം 20 കൊടുക്കാം. AB/20 = 3/4. ഇതിൽ നിന്ന് ABയുടെ വാല്യൂ കാണാം. പക്ഷേ 20 ഇവിടെ ബൈ ചെയ്തേക്കുമല്ലേ? അപ്പോൾ ബൈ 20യെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 20 ആകും. സോ AB = 3/4 × 20. അതായത് 20/4 5 ആണ്. 5 × 3 15 ആണ് അല്ലേ? അപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് എന്ത്? AB എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ABയുടെ വാല്യൂ കണ്ട് ഇനി ACയുടെ വാല്യൂ കാണാം അല്ലേ? അപ്പോൾ AC വരുന്ന റേഷ്യോ ഇതാണ്. BC to AC 5:4 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് BC/AC = 5/4 എന്ന് എഴുതാം അല്ലേ? BCയുടെ വാല്യൂ 20 എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 20/AC = 5/4. നമുക്ക് ACയുടെ വാല്യൂ കാണാം. പക്ഷേ AC ഡിനോമിനേറ്ററിലാണ് അല്ലേ? അപ്പോൾ ACയെ നമുക്ക് ന്യൂമറേറ്ററിൽ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ എടുക്കാം രണ്ട് ഭാഗത്തും അല്ലേ? അപ്പോൾ 20/ACയുടെ റെസിപ്രോക്കൽ AC/20 ആണ്. = 5/4ൻ്റെ റെസിപ്രോക്കൽ 4/5. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താ? ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്ററിലും ഡിനോമിനേറ്ററിലെ ന്യൂമറേറ്ററിലും വരും അല്ലേ? ഇനി നമുക്ക് ACയുടെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 20 ഇവിടെ ബൈ ചെയ്തേക്കുവാണ്. അപ്പോൾ ബൈ 20യെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 20 ആകും. സോ AC = 4/5 × 20. ദാറ്റ് ഈസ് 20/5 4 ആണല്ലേ? അപ്പോൾ 4 × 4 16 ആണ്. അപ്പോൾ 16 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ. വാട്ട് ഈസ് AB is to BC is to AC എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടു BC 20 ആവുമ്പോൾ ACയുടെ വാല്യൂയും ABയുടെ വാല്യൂയും നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ AB is to BC is to AC എന്തായിരിക്കും? BC 20 ആയപ്പോൾ ABയുടെ വാല്യൂ എന്താണ്? 15 ആണല്ലേ? is to ACയുടെ വാല്യൂ 16 ആണ്. ഓക്കെ. ഈ വാല്യൂസിനെ നമുക്ക് ഇനി വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. 15:20:16. ഓക്കെ. X = -3. Which among the following is x²? x² എന്ന് വെച്ചാൽ എന്താണ്? -3 അല്ലേ? അപ്പോൾ -3² അല്ലേ? അതായത് -3 × -3. 3 × 3 9 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് അല്ലേ? അപ്പോൾ 9 ആണ് ആൻസർ. ഇനി B, if x is equal to 3 and y is equal to -4, find x² + y² and x² - y².
അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? എക്സ് 3 അല്ലേ, അപ്പോൾ 3 സ്ക്വയർ പ്ലസ് വൈ -4 ആണ്, -4 സ്ക്വയർ. 3 സ്ക്വയർ 9 ആണ്, പ്ലസ് -4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ 16, -4 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും അല്ലേ, അപ്പോൾ 16 ആണ്. അത് എത്രയാണ്? 25 ആണ് ആൻസർ. ഇനി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കാണണം. അതായത് 3 സ്ക്വയർ -4 സ്ക്വയർ അല്ലേ, 3 സ്ക്വയർ 9 ആണ്, -4ൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ 9 - 16 എത്രയാണ്? 16 - 9 7 ആണ്. അപ്പോൾ 9 - 16 എത്ര? -7 ആയിരിക്കും. ഓക്കെ. സി, റൈറ്റ് വൺ മോർ പെയർ ഓഫ് നമ്പർ സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ അല്ലേ. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 25 കിട്ടി അല്ലേ, അതായത് 5ൻ്റെ സ്ക്വയർ കിട്ടി. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? എക്സ് 3യും വൈ -4 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇനി അടുത്ത പെയർ എന്ത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 5 സ്ക്വയർ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക? എക്സ് ഈസിക്കൽ ടു -3യും വൈ ഈസിക്കൽ ടു 4 എടുത്താലും കിട്ടുമല്ലോ അല്ലേ. ഇനി വേറെ പോസിബിലിറ്റി ഉണ്ട്, എക്സ് ഈസിക്വൽ ടു -3 വൈ ഈസിക്വൽ ടു -4 എന്നെടുത്താൽ കിട്ടും. പിന്നെ എക്സ് ഈസിക്വൽ ടു 3 വൈ ഈസിക്വൽ ടു 4, ഇങ്ങനെയൊക്കെ ഇത്രയും പോസിബിലിറ്റി ഉണ്ട് അല്ലേ. ഇതിലേതെങ്കിലും ഒരു പോസിബിലിറ്റി എഴുതിയാൽ മതി. ഓക്കെ. 5 - 10 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 10 - 5 5 ആണ്. അപ്പോൾ 5 - 10 എന്താ? -5 ആയിരിക്കും. ഇനി -5 - 10 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് -x - y എന്ന് പറഞ്ഞാൽ എന്താ? -x + y ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ -5 - 10 എന്ന് വെച്ചാൽ -5 + 10 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് -5 + 10 15 അല്ലേ, അപ്പോൾ -15 ആയിരിക്കും ആൻസർ. ഓക്കെ. -3 × 4, 3 × 4 12 ആണ്. പിന്നെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ആ മൈനസ് ഇട്ട് കൊടുക്കാം, അപ്പോൾ -12 ആണ് ആൻസർ. ഇനി 5 - -2 അത് എത്രയാണ്? 5 - പ്ലസ് ആണ് അല്ലേ, അപ്പോൾ ഇതെന്താ? 5 + 2 ആണ്, അതായത് 7 ആണ് ആൻസർ. ഓക്കെ. The perimeter of a triangle is 36 cm and the sides are in the ratio 2:3:4. Find the length of sides അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തമ്മിൽ, ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആണ് ഉണ്ടാവുക, ആ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എന്താ? 2:3:4 ആണ് അല്ലേ. അപ്പോൾ ഒരു സൈഡ് നമുക്ക് 2x, ഒരു സൈഡ് 3x, ഒരു സൈഡ് 4x എന്നെടുക്കാം. കാരണം എന്താണ്? 2:3:4 റേഷ്യോ ഇല്ലല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ തന്നിട്ടുണ്ട്, അതെത്രയാണ്? 36 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. പെരിമീറ്റർ എന്ന് വെച്ചാൽ എല്ലാ സൈഡ്സിൻ്റെയും സം അല്ലേ, അതായത് 2x + 3x + 4x ആണ് പെരിമീറ്റർ, അതെത്രയാണ്? 36 അല്ലേ. 2x + 3x 5x ആണ്, 5x + 4x 9x ആണ് അല്ലേ. അപ്പോൾ 9x = എന്താ? 36 ആണ്. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 9നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 9നെ = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /9 ആകും. സോ x = 36/9 എന്ന് കിട്ടും. x = 36/9, അത് എത്രയാണ്? 4 ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ സൈഡ്സ് ഏതൊക്കെയാണ്? സൈഡ്സ് ഓഫ് ട്രയാങ്കിൾസ് ഒക്കെയാണ്. ഒന്ന് 2x ആയിരുന്നു, ഒന്ന് 3x ആയിരുന്നു, ഒന്ന് 4x ആയിരുന്നു അല്ലേ. അപ്പോൾ 2x എന്ന സൈഡ് 2 × x 4 അല്ലേ, 2 × 4 അത് 8 സെൻറ്റിമീറ്റർ ആണ്. 3x എന്ന സൈഡ് 3 × x 4 അല്ലേ, 3 × 4 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. 4x എന്ന സൈഡ് എന്ന് പറഞ്ഞാൽ 4 × x 4 ആണ്, 4 × 4 അതായത് 16 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. If x = 3, y = -7, then find x + y. x + y എന്ന് വെച്ചാൽ x 3 അല്ലേ, അപ്പോൾ 3 + y എന്താ? -7 ആണ് അല്ലേ. 3 + -7 എന്ന് വെച്ചാൽ എന്താ? 3 +- ആണ് അല്ലേ. ഒരു പ്ലസും മൈനസും കൂടി വന്നാൽ അത് മൈനസ് ആണ്. രണ്ട് മൈനസ് ഒരുമിച്ച് വന്നാലാണ് അത് ക്യാൻസലായി പ്ലസ് ആവുള്ളൂ അല്ലേ. ഇത് -ആണ്, 3 - 7 അത് എത്രയാണ്? നമുക്കറിയാം 7 - 3 4 ആണ്, അപ്പോൾ 3 - 7 -4 ആയിരിക്കും. ഇനി x - y എത്രയാണ്? x 3 അല്ലേ, 3 - y എത്ര? -7 ആണ് അല്ലേ. ദാറ്റ് ഈസ് 3 - പ്ലസ് ആണ് അല്ലേ, അപ്പോൾ 3 + 7 അതായത് 10 ആണ് ആൻസർ. ഇനി x + y × x - y എന്താ? x + y നമ്മൾ കണ്ടു -4 ആണ്, x - y 10 ആണ് അല്ലേ. അപ്പോൾ x + y × x - y എന്ന് വെച്ചാൽ എന്താ? -4 × 10
അതെന്താ 4 × 10 40 ആണ്. പിന്നെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു. അപ്പോൾ -40 ആണ് ആൻസർ. ഓക്കെ. The perimeter of a rectangle is 48 cm. The ratio between length and breadth is 5:3. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് റെക്റ്റാങ്കിളിൻ്റെ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണല്ലേ. അപ്പോൾ അത് എത്രയാണ് 48 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 48 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് കാണാമല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ =2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /2 ആകും അല്ലേ. സോ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ് ഈസ് ഈക്വൽ ടു 48/2 ആണ്. 48/2 എത്രയാണ് 24 ആണ് അല്ലേ. 24 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ. ഇനി ബി, കാൽക്കുലേറ്റ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 5:3 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലെങ്ത്ത് നമുക്ക് എന്തെടുക്കാം, ലെങ്ത്ത് 5x ബ്രെഡ്ത്ത് 3x ഒന്നും എടുക്കാം. ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 5x, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 3x. കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 5:3 ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കിട്ടിയത് എന്താ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 24 ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ലെങ്ത്തിന് പകരം 5x ബ്രെഡ്ത്തിന് പകരം 3x കൊടുക്കാം. അപ്പോൾ എന്ത് വരും, 5x + 3x ഈസ് ഈക്വൽ ടു 24. 5x + 3x എത്രയാണ്, 5x 3x ടോട്ടൽ എത്ര എക്സ് ആണ്, 8x ആണ് അല്ലേ. ദാറ്റ് ഈസ് 8x = 24. ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 8നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 8നെ =2 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /8 ആകും. സോ x = 24/8. 24/8 എത്രയാണ്, 3 ആണല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ലെങ്ത്ത് എന്താണ്, ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 5x ആയിരുന്നു അല്ലേ. ദാറ്റ് ഈസ് 5 × എക്സിൻ്റെ വാല്യൂ 3 അല്ലേ. 5 × 3 ദാറ്റ് ഈസ് 15 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത്. ഇനി ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം. ബ്രെഡ്ത്ത് എത്രയായിരുന്നു, 3x ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 3 × x എത്ര, 3 × 3 അതായത് 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. ഇനി സി, ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 സെൻറ്റിമീറ്റർ ദെൻ ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അതായത് ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ കൂട്ടി, അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലെങ്ത് ബൈ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം. ഓക്കെ. ലെങ്ത്തിന് ചേഞ്ച് ഒന്നുമില്ല, ബ്രെഡ്ത്ത് മാത്രമേ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ലെങ്ത്ത് നമുക്ക് അതേപോലെ എഴുതാം. ലെങ്ത്ത് 15 സെൻറ്റിമീറ്റർ തന്നെയാണ്. ബ്രെഡ്ത്ത് 9 സെൻറ്റിമീറ്റർ അല്ലേ. 9 ഒന്നുകൂടി 9 + 1 അത് 10 ആകും അല്ലേ. അപ്പോൾ 15/10. 15നെ നമുക്ക് 3 × 5 എന്ന് എഴുതാം. 10നെ നമുക്ക് 2 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 5ഉം ഡിനോമിനേറ്ററിലുള്ള 5ഉം ക്യാൻസൽ ചെയ്തു. ബാക്കിയില്ല എന്ത്, 3/2 ആണ് അല്ലേ. അപ്പോൾ ഇപ്പോഴുള്ള ലെങ്ത്ത് ബൈ ബ്രെഡ്ത്ത് എത്രയാണ്, 3/2 ആണ്. അപ്പോൾ ലെങ്ത്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്താണ്, 3:2 ആണ് ആൻസർ. ഓക്കെ. x = -5, y = -6, z = 4. Then x - y, x -5 അല്ലേ. അപ്പോൾ -5 - y എത്ര, -6 ആണ് അല്ലേ. -6 അത് എത്രയാണ്, -5 മൈനസ് ഓഫ് മൈനസ് എന്താ, പ്ലസ് ആണ് അല്ലേ. +6. അപ്പോൾ -5 + 6 എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് -x + y എന്ന് പറഞ്ഞാൽ എന്താ, y - x ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ -5 + 6 എന്ന് വെച്ചാൽ എന്താ, 6 - 5 ആണ്. 6 - 5 എന്താ, 1 ആണ് അല്ലേ. സോ ദ ആൻസർ ഈസ് 1. ഇനി x - y × z. x - y നമ്മൾ ഓൾറെഡി കിട്ടി 1 ആണ് അല്ലേ. അപ്പോൾ 1 × z എത്രയാണ്, 4. 1 × 4 അതെന്താണ്, 4 ആണ്. ഇനി ചെക്ക് വെദർ x - y × z ആൻഡ് xz - yz ആർ ഈക്വൽ ഓർ നോട്ട്. അപ്പോൾ x - y × z നമുക്ക് ഓൾറെഡി കിട്ടി എന്താണ്, 4 ആണ് അല്ലേ. x - y × z = 4. പിന്നെ എന്താണ്, xz - yz അതെത്രയാണ്, xz എന്ന് പറഞ്ഞാൽ x - 5 അല്ലേ. അപ്പോൾ -5 × z 4 × 4 ആണ്. മൈനസ് yz എന്താണ്, y -6 ആണ്. -6 × z എത്ര, 4. ഓക്കെ. ഇതെത്രയാണ്, = -5 × 4. 5 × 4 20 ആണ്. ഒരു മൈനസ് ഉള്ളതുകൊണ്ട് -20.
മൈനസ് 6 ഇൻറ്റു 4 24 ആണ്, ഒരു മൈനസ് ഉള്ളതുകൊണ്ട് -24. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു -20 മൈനസ് പ്ലസ് ആണല്ലേ, സോ പ്ലസ് 24. അപ്പോൾ ഇതെന്ത് വന്നു, -x + y എന്ന ഫോമിലാണ് അല്ലേ. -x + y എന്ന് വെച്ചാൽ y - x ആണല്ലേ, അതായത് 24 - 20 ആണ്, ദാറ്റ് ഈസ് 4 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x - y ഇൻറ്റു സെറ്റും 4 ആണ്, xz - yz എന്താണ് 4 ആണ് അല്ലേ. സോ ദേ ആർ ഈക്വൽ, അതായത് x - y ഇൻറ്റു z ഈസ് ഈക്വൽ ടു xz - yz.